അപ്പം നോമ്പല്ലേ വരുന്നത്. നോമ്പിൻ്റെ സമയത്ത് നമ്മൾ വെയിറ്റ് ലോസിനെ ഫോക്കസ് ചെയ്ത് തന്നെ പോകണമല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ എണ്ണപ്പലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ബോഡിയെ നശിപ്പിക്കാതെ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ സ്മൂത്തികളും അങ്ങനെയുള്ള റെസിപ്പീസുമായിട്ട് നമുക്കിനി ഒരു മാസം അങ്ങ് പോകാം. നമ്മൾ ഹെൽത്തി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നെ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മക്കാന സ്ട്രോബെറി സ്മൂത്തിയാണ്. അപ്പോൾ കാണുകയല്ലേ എങ്ങനെയാണെന്ന്. അതിനായിട്ട് ഞാനിവിടെ മക്കാന എടുക്കുന്നുണ്ട് കേട്ടോ. മക്കാന നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ എടുക്കാനാണെങ്കിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഓവർനൈറ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. 1 സ്പൂൺ ചിയാ സീഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ പംകിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറി അവൈലബിൾ ആണെങ്കിൽ ഒരു 1-2 നമുക്ക് ആ ഒരു നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ്. മറ്റുള്ള ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കുന്നതിലും നല്ലതായിരിക്കും. അതിലേക്ക് നമുക്ക് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ലോ ഫാറ്റ് മിൽക്കാണ്. ഞാൻ ആ ഒരു ഡയറക്റ്റ് തന്നെ പാലെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പാലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 2 ഡേറ്റ്സ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് രാവിലെ ഇട്ട് വെച്ചാൽ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് അടിച്ചെടുത്താൽ മതിയാവും. 2 ഡേറ്റ്സ് കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മുടെ ആ ഇതൊക്കെ ലോട്ടസ് ചെടിയൊക്കെ നന്നായി കുതിർന്ന് കിടക്കുമായിരിക്കും. അരച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി തയ്യാറാവും. നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിച്ചാൽ നല്ലൊരു റിഫ്രഷ് ആകും. അതുപോലെ തന്നെ ഹെൽത്തി ആണ്. അപ്പോൾ ഡയറ്റ് ഫോക്കസ് ചെയ്യുന്നവർക്ക് നന്നായി ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാം.